എൻ്റെ പേര് ഷെറും, ബേപ്പൂരാണ് ഇവിടെ. ഒരു 2.5 വർഷം മുന്നേ എനിക്ക് ജോലിയുടെ ഇടയിൽ ഒരു ആക്സിഡൻറ്റ് പറ്റി. എല്ല് പൊട്ടി, റിസ്റ്റിൻ്റെ ഒരു ഡിസ്ലൊക്കേഷനായി, കാലിൽ ഒരു ഹെയർ ലൈൻ ക്രാക്കിംഗ് ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമ്മുടെ സർജറി കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് കൺസൾട്ടിങ് ആയിരുന്നു ഡോക്ടർ സജിത് സാറുമായിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഡ്രസ്സിങ്ങൊക്കെ മാറ്റി ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഹീലാകുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ ഇന്നിപ്പോൾ അടുത്ത ആഴ്ച വന്നു കഴിഞ്ഞാൽ സ്റ്റിച്ചൊക്കെ റിമൂവ് ചെയ്യാം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഒരു ഇതിൽ കുറച്ചും കൂടെ കഴിഞ്ഞിട്ടായിരിക്കും റിക്കവറി എന്നാണ് വിചാരിച്ചത്. ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ എനിക്ക് പഴയ ലൈഫിലേക്ക് പോകാൻ പറ്റും. വിത്തിനൊരു 3 months കൊണ്ട് തന്നെ എനിക്ക് കംപ്ലീറ്റ് ഹീലാവുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. നമ്മുടെ മൈൻഡിൽ ഒരു റിക്കവറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 2-3 മാസത്തെ, അതായത് ഈ പ്ലാസ്റ്ററും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകണമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സർജറി കഴിഞ്ഞു 1 week ആകുമ്പോഴത്തേക്ക് തന്നെ ഡ്രസ്സിങ് കാര്യങ്ങൾ ഇതാക്കി, അതിന് അടുത്ത വീക്ക് ആകുമ്പോഴത്തേക്ക് സ്റ്റിച്ച് റിമൂവലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കൂടുതൽ വെയിറ്റ് ഉള്ളതും കാര്യങ്ങളും എടുക്കണമെന്നുണ്ടെങ്കിലോ അങ്ങനെയുള്ള ഒരു ലെവലിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 മാസത്തത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ റിക്കവറി സ്പീഡ് വളരെ കൂടുതലാണ്. പെട്ടെന്ന് നമുക്ക് ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് പോകാൻ പറ്റിയതുപോലെ നമുക്ക് തോന്നിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ ഡ്രസ്സ് ചെയ്ത സമയത്ത് തന്നെ ഡോക്ടർ ചെറിയ ചെറിയ എക്സസൈസുകൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് വീട്ടിൽ പോയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു 3 നേരം വെച്ച്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ആ ഒരു സ്റ്റിഫ്നെസ്സൊന്നും പറഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്ന സ്റ്റിഫ്നെസ്സൊന്നും ഇപ്പം ഇല്ല. ഇനി ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ ജോലി കൈകൊണ്ട് ചെയ്യാൻ പറ്റും എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ പെട്ടെന്ന് റിക്കവർ ആവും. അതായത് ഡോക്ടറും നമ്മളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടി ഈസി ആയിരുന്നു. അതായത് നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്ത് സംസാരിക്കാനും അല്ലെങ്കിൽ ഡോക്ടേഴ്സിന് ഡൗട്ട് ചോദിച്ച് ക്ലിയർ ചെയ്ത് തരാനും പെട്ടെന്ന് പറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സർജറിയും അതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഈസി ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മഗിരിയിൽ നിന്നുണ്ടായത്.